പ്രസംഗിക്കുന്ന എൻ്റെ യേശു അവൻ വെട്ടിപ്പിടിച്ചവനല്ല, അവൻ സകലതും വിട്ടുകൊടുത്തവനാണ്. അങ്ങനെ വിട്ടുകൊടുത്തവനാണ് യോനാഥാൻ. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ നടക്കുന്ന സമയത്ത് ശൗലിന്റെ ഹൃദയത്തിൽ ദാവീദ് രാജാവിനോടുള്ള അസൂയ നിമിത്തം ദാവീദിനെ തീർക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട ശൗലിന്റെ മകനായ യോനാഥാൻ എല്ലാ ദിവസവും ദാവീദിന് റിപ്പോർട്ട് കൊടുക്കും. ദാവീദേ, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനായ ശൗൽ ഇങ്ങനൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്, നാളെ നിന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് തീർക്കാൻ അപ്പൊ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നീ ആ വഴി ഒഴിഞ്ഞു പോണം. അങ്ങനെ ശൗലിന്റെ ആക്രമണങ്ങളെയും ശൗലിന്റെ മുഴുവൻ പദ്ധതികളെയും ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രവചന ശബ്ദമായി, ഒരു തണുപ്പായി കൂടെ നിന്നവനാണ് യോനാഥാൻ. നമുക്കറിയാം, യോനാഥാനാണ് ശൗൽ കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവായി കയറി വരേണ്ടവൻ. കാരണം ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു എന്ന സത്യത്തെ ശക്തമായ നിലയിൽ അറിയാവുന്നവനായിരുന്നു യോനാഥാൻ. ദാവീദ് ഒരു അഭിഷിക്തനാണെന്ന് മറ്റുള്ള എല്ലാവരെക്കാളും നന്നായി അറിയാവുന്ന ആളായിരുന്നു. അതുകൊണ്ട് യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നീ മരിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് ആക്ച്വലി എനിക്കാണ്. കാരണം ദാവീദിനെ ശൗൽ കൊന്നാൽ അതിന്റെ ബെനിഫിറ്റ് ശൗലിന്റെ മകനായ യോനാഥാനാണ്. പക്ഷെ യോനാഥാൻ ദാവീദിനോട് പറയുന്നു, എനിക്ക് ഒന്നാമനാകണ്ട, എനിക്ക് രണ്ടാമനായാ മതി. എനിക്ക് ഒന്നാമനാകണ്ട, എനിക്ക് രണ്ടാമനായാ മതി. എനിക്ക് രണ്ടാമനായി നിന്നാ മതി. നിങ്ങൾക്കറിയാമോ, രണ്ടാമനായി നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത യോനാഥാൻ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു. യോനാഥാന്റെ പിതാവായ ശൗലും മരണപ്പെട്ടു. ശൗലിന്റെ കുടുംബം ഉന്മൂലനാശം സംഭവിച്ചു. എന്നാൽ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് ചോദിക്കുന്നുണ്ട്, ഞാൻ യോനാഥാൻ നിമിത്തം ശൗലിന്റെ കുടുംബത്തോട് ദയ കാണിക്കേണ്ടതിന് അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇനി ശേഷിച്ചിരിക്കുന്നുണ്ടോ? ഒരു ദിവസം ദാവീദിന്റെ അകത്ത് ദൈവികമായി തോന്നുകയാണ്, എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ ദയ കാണിക്കണം. ഉടനെ ശൗലിന്റെ കുടുംബത്തിൽ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ ദാവീദിന്റെ ഭൃത്യനായിരിക്കുന്ന സീബ എന്ന പേരുള്ള മനുഷ്യൻ ദാവീദ് രാജാവിനോട് പറയുന്നു, യജമാനനെ, ഇനി ശൗലിന്റെ കുടുംബത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യോനാഥാന്റെ മകനാണ്. അവന്റെ പേർ മെഹിബോശത്ത് എന്നാണ്. അവൻ 2 കാലും മുടന്തുള്ളവനാണ്.